ഈ ഹണ്ടറിന്റെ ബോഡി നോക്കി ഇത് ഹണ്ടർ എന്താ ഫ്രണ്ട് ഡെൽറ്റ് ലാറ്ററൽ റയർ ഡെൽറ്റ് ഇങ്ങനെയൊന്നും അറിയുന്നില്ല. അവർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ബോഡി കിട്ടും. ഇതാണ് ഹണ്ടറിന്റെ ബോഡി. ഈ ബോഡിയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം. അൺനാച്ചുറൽ ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കിയിട്ട് മസിൽ വേണ്ട, ശരിയാ വേണ്ട, അങ്ങനത്തെ ഫേക്കാണ്. അപ്പൊ ധർമ്മയിലോട്ട് മടങ്ങുക, നാച്ചുറൽ ലോയിലോട്ട് മടങ്ങുക, എന്നിട്ട് നാച്ചുറൽ ബോഡിയുള്ള ഇതുപോലെ ഹണ്ടറിനെ പോലെ നാച്ചുറൽ ബോഡി ഉണ്ടാക്കുക. അപ്പൊ സ്ത്രീകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം തിരഞ്ഞെടുത്തേ പറ്റും, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കാര്യം കട്ടപ്പോക്കുക. അത്രയുള്ളൂ. നല്ല നാച്ചുറൽ ബോഡിയുള്ള പുരുഷനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ കുട്ടിയിലൂടെ ആയിരിക്കും അവളുടെ കർമ്മഫലം കിട്ടുന്നത്. അതൊക്കെ നേച്ചർ നോക്കിയോളൂ. ഒരു സ്ത്രീ നല്ല നാച്ചുറൽ ബോഡിയുള്ള പുരുഷനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അവൾക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയിലൂടെ അവൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അങ്ങ് കിട്ടിക്കോളും. അത്രേ ഉള്ളൂ. ഇത് സംഭവം ജിമ്മന്മാര് തമ്മിലുള്ള എന്തോ ആഭ്യന്തര കലാപമാണ് തോന്നുന്നത്. പക്ഷെ ഇയാൾ അതിന്റെ ഇടയിൽ കൂടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കിട്ടാണ് കുത്തിയത്. ഈ അയാളെ പോലെ നാച്ചുറൽ ബോഡി ഉള്ളവരെ കെട്ടാവുള്ളൂ. അപ്പൊ ജന്മന ഉണ്ടായ ഒരു ശരീരം ചുമന്നുകൊണ്ട് നടക്കണ ഞങ്ങൾ ആത്മഹത്യ ചെയ്യട്ടാ. ഈ കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും നീ കെട്ട്. പണ്ടൊക്കെ ഈ കവലയിൽ ഇരിക്കുന്നവര്, അയൽവക്കക്കാര്, വീട്ടിലുള്ള വല്ല വാരകളെയൊക്കെ നോക്കിയാൽ മതി. ഈ കല്യാണം മുടക്കിയാണ് താനൊക്കെ ഒരു ഫോണും ക്യാമറ ഓണാക്കി വെച്ച് ഇതെന്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. ഇച്ചിരി വയറങ്ങോട്ട് തള്ളി ജീവിക്കാൻ പെടാപ്പാട് പടന്നതിനിടയ്ക്ക് ഇതൊന്നും മറന്നുപോയി. അപ്പൊ ഞങ്ങളാരും കല്യാണം കഴിച്ചുകൂടി. നിനക്കേ നല്ല സ്പാമുള്ളൂ, ഞങ്ങൾക്ക് പിന്നെ എന്തോന്ന് നാരങ്ങ വെള്ളം കലക്കിയതാ താഴെ കൂടെ പറഞ്ഞത്. മുടിയൊക്കെ നരച്ചു തുടങ്ങി. ഇത് സമ്മതിക്കില്ല കേട്ടാ. കെട്ടി ഒരു കുടുംബമായിട്ട് ഞങ്ങളെ പോലെ കുറച്ച് പേര് ഇച്ചിരി വയറും നെഞ്ചൊക്കെ ഇച്ചിരി മുന്നോട്ട് ഇച്ചിരി ഒന്ന് അത് അതിന്റെ പാട്ടിന് പോട്ട് നമ്മളെ പാട്ടിന് പോകും. ഞങ്ങളെ പോലെയുള്ളവർ സമ്മതിക്കില്ല. നിന്റെ പ്രശ്നം കണ്ണു കടിക്കും പോട്ട്. നിന്റെ കല്യാണം കഴിഞ്ഞ ഇതൊക്കെ എവിടെ ഉള്ളത്?